ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ വേഗം പഠിക്കാം. ഓക്കെ. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. നിനക്ക് എന്നോട് എന്തും ചോദിക്കാം. നിനക്ക് എന്നോട് എന്തും ചോദിക്കാൻ മടിക്കണ്ട. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. നിനക്ക് എന്നോട് എന്തും ചോദിക്കാം. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാം? തും, നീ, മുജ്സെ, എന്നോട്, കുച്ച് ബി, എന്തും, പൂച്ച് സക്തേ ഹോ, ചോദിക്കാം. പൂച്ച്ന ചോദിക്കുക, പൂച്ച് സക്തേ ഹോ, ചോദിക്കാം. തും, നീ അല്ലെങ്കിൽ നിനക്ക്, മുജ്സെ, എന്നോട്, കുച്ച് ബി, എന്തും, പൂച്ച് സക്തേ ഹോ, ചോദിക്കാം. നീ എന്നോട് എന്തും ചോദിച്ചോ, അല്ലെങ്കിൽ നിനക്ക് എന്നോട് എന്തും ചോദിക്കാം. ഒന്നും മടിക്കേണ്ട. അതാണ് തും മുജ്സെ കുച്ച് ബി പൂച്ച് സക്തേ ഹോ. ഡു നോട്ട് സേ എനിത്തിങ്. ഡു നോട്ട് സേ എനിത്തിങ് എന്താണ്? ഒന്നും പറയണ്ട. ഡു നോട്ട് സേ എനിത്തിങ്. നീ ഒന്നും പറയണ്ട. ഡു നോട്ട് സേ എനിത്തിങ്. കുച്ച് ബി മത് ബോലോ. കുച്ച് ബി, ഒന്നും തന്നെ. മത് ബോലോ, പറയണ്ട. മത്ത് ബോലോ, ബോലിന പറയുക. മത്ത് ബോലോ, പറയണ്ട. നഹീം എന്ന അർത്ഥമാണ് മത്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. നഹീം, നോ എന്നുള്ള അർത്ഥം. കുച്ച് ബി മത്ത് ബോലോ, ഒന്നും. കുച്ച് ബി എന്ന് പറഞ്ഞാൽ ഒന്നും. മത്ത് ബോലോ, പറയണ്ട. കുച്ച് ബി മത്ത് ബോലോ. എനിത്തിങ് ക്യാൻ ഹാപ്പൺ. എനിത്തിങ് ക്യാൻ ഹാപ്പൺ. എന്തും സംഭവിക്കാം. എന്തും സംഭവിക്കാം. എന്താ സംഭവിക്കാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. എന്തും സംഭവിക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൺ. അപ്പം എനിത്തിങ് എന്നുള്ളതിനാണ് കുച്ച് ബി, എന്തും, ഒന്നും എന്നൊക്കെ. ഒന്നും പറയണ്ട, എന്തും പറയാം, ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് എന്ത് പറയുന്നത്? കുച്ച് ബി. കുച്ച് ബി എന്ന് പറഞ്ഞാൽ എനിത്തിങ്, ഒന്നും, എന്തും എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. കുച്ച് ബി. അപ്പം എന്തും സംഭവിക്കാം. എന്തും. കുച്ച് ബി ഹോ സക്താ ഹേ. കുച്ച് ബി ഹോ സക്താ ഹേ. എന്തും സംഭവിക്കാം. കുച്ച് ബി ഹോ സക്താ ഹേ. എനിത്തിങ് ക്യാൻ ഹാപ്പൺ. എനിത്തിങ് ക്യാൻ ഹാപ്പൺ. കുച്ച് ബി ഹോ സക്താ ഹേ. കുച്ച് ബി ഹോ സക്താ ഹേ. എന്തും സംഭവിക്കാം. ഡു നോട്ട് ടച്ച് എനിത്തിങ്. ഡു നോട്ട് ടച്ച് എനിത്തിങ്. ഒന്നും തൊടരുത്. ഒന്നുമേ തൊട്ടുപോകരുത്. ഒന്നും തൊടരുത്. അപ്പോൾ ഇവിടെ എന്താണ്? കുച്ച് ബി എന്നുള്ളിടത്ത് ഒന്നും എന്നാണ് അർത്ഥം വന്നത്. നേരത്തെ കുച്ച് ബി എന്നുള്ളിടത്ത് എന്തും എന്നാണ് അർത്ഥം വന്നത്. അപ്പോൾ എനിത്തിങ് എന്നാണ് കുച്ച് ബി, ഒന്നും, എന്തും എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഡു നോട്ട് ടച്ച് എനിത്തിങ്, ഒന്നും തൊടരുത്. കുച്ച് ബി മത്ത് ചൂവോ. മത്തെന്ന് പറഞ്ഞാൽ നോ, നഹി എന്നുള്ള അർത്ഥമാണെന്ന് പറഞ്ഞു. കുച്ച് ബി മത്ത് ചൂവോ. കുച്ച് ബി മത്ത് ചൂവോ. ഡു നോട്ട് ടച്ച് എനിത്തിങ്. കുച്ച് ബി മത്ത് ചൂവോ. കുച്ച് ബി മത്ത് ചൂവോ. ഒന്നും തൊടരുത്. എവരിബഡി ക്യാൻ സിറ്റ് ഹിയർ. എവരിബഡി ക്യാൻ സിറ്റ് ഹിയർ. എല്ലാവർക്കും ഇവിടെ ഇരിക്കാം. ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ല, എല്ലാവർക്കും ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എവരിബഡി ക്യാൻ സിറ്റ് ഹിയർ. എവരിബഡി, എല്ലാവരും, എല്ലാവർക്കും. ക്യാൻ സിറ്റ് ഹിയർ, ഇവിടെ ഇരിക്കാം. യഹാം, ഇവിടെ. ഹർ കോയി, എവരിബഡി എന്നുള്ളതിനാണ് എന്ത്? ഹർ കോയി എന്ന് പറഞ്ഞാൽ എവരിബഡി. ഹർ കോയി, എവരിബഡി. അപ്പോൾ എവരിബഡി ക്യാൻ സിറ്റ് ഹിയർ. അപ്പോൾ എന്താണ് ഹിയർ എന്നുള്ളതിന്? യഹാം. യഹാം എവരിബഡി. ഹർ കോയി, ഇരിക്കുക. ക്യാൻ സിറ്റ് ഹിയർ എന്നുള്ളതിന് എന്താണ്? സിറ്റ് എന്നുള്ളത് ബൈറ്റ്. അപ്പോൾ
ക്യാൻ സിറ്റ് ഹിയർ ബൈറ്റ് സക്താ ഹേ. ക്യാൻ എന്നുള്ള വാക്കാണ് സക്ത. സക്ത എന്നുള്ളത് എന്താണ്? ക്യാൻ. അപ്പം എവരിബഡി എന്നുള്ളത് ഹർ കോയി. ഹിയർ എന്നുള്ളത് യഹാം. യഹാം ഹർ കോയി ബൈറ്റ് സക്താ ഹേ. യഹാം ഹർ കോയി ബൈറ്റ് സക്താ ഹേ. യഹാം ഹർ കോയി ബൈറ്റ് സക്താ ഹേ. അപ്പം ടീച്ചറിൻ്റെ കൂടെ എല്ലാവരും സെൻറ്റൻസുകൾ പറഞ്ഞ് പഠിച്ചെന്ന് കരുതുന്നു. പഠിക്കാത്തവർ പറഞ്ഞ് പഠിച്ചോ. ഓക്കെ, ബൈ.